ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഫ്രെയിമിനെ പറ്റിയുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഓൾറെഡി പ്രിൻ്റ് എടുത്ത് ക്യാൻവയിലാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഞാൻ പ്രിൻ്റ് എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ കട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ പോലെ പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇത് കഴിയുമ്പോൾ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രെയിമിൽ എനിക്കൊരു വിൻറ്റേജ് തീമിൽ ഒരെണ്ണം സെറ്റ് ചെയ്യാനുണ്ട്. ഇതൊരു ഗ്ലാസ് ഫ്രെയിമാണ്, അതുകൊണ്ട് തന്നെ കൊറിയറൊക്കെ അയക്കുമ്പോൾ നല്ലോണം സെക്യൂർ ചെയ്തിട്ട് പാക്ക് ചെയ്ത് അയക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബോർഡർ 1 ഇഞ്ചോളം ആ ഒരു തിക്നെസ് വന്നിട്ടുണ്ട്. വൈറ്റ് ബോർഡറാണ്. ഹാങ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഫോട്ടോ ഫ്രെയിമാണ്. മറ്റോണം സ്റ്റാൻഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതല്ല. പിന്നെ നമുക്കിത് A4 സൈസിൻ്റെ ആ ഒരു അളവിനേക്കാളും കുറച്ചൊരു പൊടിക്കൊന്ന് കുറവാണ്. കാരണം എനിക്കൊരു ഹാമ്പറും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സൈസും കൂടെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഫ്രെയിം ഇത്ര സൈസിൽ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിനൊരു 170 സംതിങ് അങ്ങാണ്ട് വന്നിരിക്കും തോന്നുന്നു. കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കയറി കണ്ടുനോക്കിക്കോളൂ. ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് ഒരു 4x4ൻ്റെ ഒരു ഫ്രെയിമാണ്. അതും എനിക്കിതുപോലെ ഞാൻ വർക്ക് വന്നിട്ട് വാങ്ങിയതാണ്. ഇത് ബ്ലാക്കിലും ഉണ്ട് വൈറ്റിലും ഉണ്ട്. എല്ലാവരും ഹാങ്ങിങ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് കേട്ടോ വരുന്നത്. എല്ലാത്തിൻ്റെയും വീഡിയോസും ഫോട്ടോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് 1 ഇഞ്ച് തിക്നെസ് ഒന്നുമില്ല, അതിൽ താഴെ ഉള്ളൂ. എല്ലാവരും ഹാങ്ങിങ് ടൈപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ചാനലിൽ ഒത്തിരി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നും. അപ്പോൾ ആരെങ്കിലും കാണാത്തതായിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കിക്കോളൂ കേട്ടോ. പിന്നെ ഞാൻ ഫ്രെയിം വാങ്ങിക്കുമ്പോൾ ഞാൻ ഒരെണ്ണം എക്സ്ട്രാ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഞാൻ എക്സ്ട്രാ വാങ്ങി വെക്കാറുണ്ട്. കാരണം ഇൻ കേസ് എങ്ങാനും കൂടുതൽ ഓർഡർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് നേരം പോകണ്ടല്ലോ, അങ്ങനെ വെച്ചിട്ട് ഞാൻ വാങ്ങാറുണ്ട്. പിന്നെ ഫോട്ടോസ് എല്ലാം നമ്മൾ ഓൾറെഡി പ്രിൻ്റ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് അവിടെ നിന്ന് തന്നെ നമ്മൾ പ്രിൻ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ എപ്പോഴും 1 കൊല്ലത്തിന് മേലെ ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു ഫ്രെയിം വാങ്ങിയിട്ട്. കുഴപ്പമില്ല, പക്ഷേ ഇത് ഞാനൊന്നും ചെയ്യാതെ തന്നെ വെറുതെ ഇരുന്നിട്ട് അത് നശിച്ചു പോയിട്ടുണ്ട്. ഇത് മീഷോന്നാണോ അതോ ഫ്ലിപ്കാർട്ടിൽ നിന്നാണോ കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഇത് OHP ഷീറ്റിലാണ് വരുന്നത്, ഗ്ലാസ് ഫ്രെയിം അല്ല. വലിയ ക്വാളിറ്റി ഒന്നുമില്ല, ഒരു കോംബോയിലാണ് ഞാൻ വാങ്ങിയത്. പക്ഷേ ഈ ഒരു ഫ്രെയിം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. OHP ഷീറ്റിലാണെങ്കിലും നല്ല ക്വാളിറ്റിയാണ്. കാണുമ്പോൾ നമുക്ക് ശരിക്കും ഗ്ലാസ് ഫ്രെയിം പോലെ തന്നെ നമുക്ക് തോന്നും. ഇതുപോലെ തന്നെ ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. പിന്നെ ഇതിൻ്റെ ബോർഡറിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. സാധാ ഫ്രെയിമിൻ്റെ പ്ലെയിൻ ബോർഡർ പോലെയല്ല, ചെറിയ ലൈൻസൊക്കെ പോലെ കുറച്ച് റഫായിട്ടുള്ളൊരു സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. എന്തായാലും ആ ഒരു ഫ്രെയിം എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ മുന്നേ കാണിച്ച ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ഒരു ഫ്രെയിം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ ആയിട്ട് തോന്നിയില്ല. പക്ഷേ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഈ 2 ഫ്രെയിം എന്ന് പറയുന്നത് എനിക്ക് സ്ഥിരം ഓർഡർ കിട്ടുന്ന ഒരു ചേട്ടനുണ്ട്. അപ്പോൾ ആൾ എനിക്ക് കൊണ്ടു തന്നതാണ്. നീ സമയം കിട്ടുമ്പോൾ എപ്പോഴാണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് തന്നതാണ്. പക്ഷേ ഇതുവരെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടില്ല. പക്ഷേ സംഭവം ആ ഫ്രെയിമും അടിപൊളിയാണ്. അത് ഇതുപോലെ OHP ഷീറ്റ് വന്നിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ അത് കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അടിപൊളിയാണ് എല്ലാം വെച്ചിട്ട്. അപ്പോൾ എല്ലാ ഫോട്ടോ ഫ്രെയിംസിനെയും പറ്റി മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.